വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കേണ്ട ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ മിൽക്ക് പിഗ്മെന്റ് റൈബോഫ്ലാവിൻ ഈസ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഫാറ്റ് സോളുബിൾ, സെക്കൻഡ് ഓപ്ഷൻ വാട്ടർ സോളുബിൾ, സി ബോത്ത് ആൻഡ് ഡി നൺ. അപ്പോൾ ഇതിൽ ആൻസർ വന്നിരിക്കുന്നത് വാട്ടർ സോളുബിൾ ആണ്. അതായത് മിൽക്ക് പിഗ്മെന്റ് ആയിട്ടുള്ള റൈബോഫ്ലാവിൻ വാട്ടർ സോളുബിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, protein content in edible grade of lactose is dash percentage, and option A 0.01, B 0.1, C 0.4 and D 0.8. അപ്പോൾ ഇതിൽ ആൻസർ ഓപ്ഷൻ ബി 0.1%. അതായത് പ്രോട്ടീൻ കണ്ടന്റ് ഇൻ എഡിബിൾ ഗ്രേഡ് ഓഫ് ലാക്ടോസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര പ്രോട്ടീൻ കണ്ടന്റ് പെർസെൻറ്റേജിൽ എത്രയുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ 0.1% ആണ്. Third question, the yellow color of milk products like ghee is due to. യെല്ലോ കളർ മിൽക്ക് പ്രൊഡക്ട്സ് ലൈക്ക് ഗീയിലൊക്കെ യെല്ലോ കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കൊളസ്ട്രോൾ, ഓപ്ഷൻ ബി റൈബോഫ്ലാവിൻ, ഓപ്ഷൻ സി കരോട്ടിൻ ആൻഡ് ഓപ്ഷൻ ഡി സാന്തോഫിൽ. ഓപ്ഷൻ സി കരോട്ടിൻ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് യെല്ലോ കളർ? അത് നമുക്ക് ആ പേര് തന്നെ ഉണ്ടല്ലേ, യെല്ലോ കളർ കൊടുക്കുന്നത് ഏത് പിഗ്മെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ദ യെല്ലോ കളർ ഓഫ് മിൽക്ക് പ്രൊഡക്ട്സ് ലൈക്ക് ഗീ ഈസ് ഡ്യൂ ടു കരോട്ടിൻ. Then Pediococcus species causes dash in canned meat and fish. Pediococcus species കാനഡ് മീറ്റ് ഫിഷിൽ എന്ത് സ്പോയിലേജ് ആണ് കാണിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സോഫ്റ്റനിങ്, ഓപ്ഷൻ ബി സൗറിങ്, ഓപ്ഷൻ സി എ ആൻഡ് ബോത്ത് എ ആൻഡ് ബി ആൻഡ് ഓപ്ഷൻ ഡി ട്രിഡ്സെൽ. അപ്പോൾ ഇതിൽ ഓൾറെഡി ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി ട്രിഡ്സെല്ലാണ് കാണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5, വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻസൈം ഈസ് ദ ബേസിസ് ഫോർ ചെക്കിംഗ് ദ അഡിക്വസി ഓഫ് പാസ്ചറൈസേഷൻ? ഓപ്ഷൻ എ ലിപ്പേസ്, ഓപ്ഷൻ ബി ഫോസ്ഫറ്റേസ്, ഓപ്ഷൻ സി പെറോക്സിഡേസ്, ഓപ്ഷൻ ഡി കാറ്റലേസ്. അപ്പോൾ ആൻസർ നമുക്ക് ഇതൊരു മിക്ക ക്വസ്റ്റ്യൻസിലും കാണുന്ന ഒരു മെയിൻ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. അപ്പോൾ ഇത് മെയിൻ ഓപ്ഷൻ ബി ആണ്, ഫോസ്ഫറ്റേസ് ആണ് എൻസൈം ഈസ് ദ ബേസിസ് ഫോർ ചെക്കിംഗ് ദ അഡിക്വസി ഓഫ് പാസ്ചറൈസേഷൻ. നമ്മൾ പാസ്ചറൈസേഷന് ഏത് എൻസൈം ആണ് ചെക്ക് ചെയ്യുന്നത്, അതിൻ്റെ അഡിക്വസി ചെക്ക് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ ബി ഫോസ്ഫറ്റേസ്. Then fluffy texture in ice cream is due to option A low overrun, option B high solid content, option C low emulsifier and option D low milk solids. അപ്പോൾ ഇതിന് ഉത്തരം വന്നിരിക്കുന്നത് പൾഫി ടെക്സ്ചർ ഇൻ ഐസ്ക്രീമിൽ എന്ത് കാരണമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ ഡി ലോ മിൽക്ക് സോളിഡ്സ് മുഖേനയാണ് ഈ ഒരു ടെക്സ്ചർ ഇതിന് വരാനായിട്ട് കാരണം. Question number 7, the percentage of TA of cow milk is ranges from option A 0.15 to 0.16, option B 0.13 to 0.14, option C 0.17 to 0.18, option D 0.18 to 0.19. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഓപ്ഷൻ ബി ആണ് എൻ്റെ ആൻസർ. 0.13 to 0.14 ആണ് അതിൻ്റെ ടി എ. ഒരു കൗ മിൽക്കിൽ എത്ര ടി എ പെർസെൻറ്റേജ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ ബി ആണ്, 0.13 to 0.14. Then microbial contaminants of dry fruit ice cream is include. Then option A thermophilic bacteria, option B yeast and mold and option C coliforms, option D osmophilic yeast. അതായത് ഡ്രൈ ഫ്രൂട്ട് ഐസ്ക്രീമിൽ മെയിനായിട്ടുള്ള മൈക്രോബിയൽ കണ്ടാമിനൻ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഈസ്റ്റ് ആൻഡ് മോൾഡ്. അപ്പോൾ ഈസ്റ്റ് മോൾഡുമാണ് മെയിൻ മൈക്രോബിയൽ കണ്ടാമിനൻ്റ് ഇൻ ഡ്രൈ ഫ്രൂട്ട് ഐസ്ക്രീം എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. Question number 9, excessive stabilizer can lead to option A fast melting, option B slow melting, C non melting and D none. അപ്പോൾ എക്സസീവ് സ്റ്റെബിലൈസർ എന്താണ്? നമ്മളിപ്പോൾ എക്സസീവായിട്ട് സ്റ്റെബിലൈസർ ആഡ് ഒരു ഫുഡ് പ്രൊഡക്റ്റിലുണ്ടെന്ന് വെച്ചോ. അപ്പോൾ മെയിനായിട്ട് അതിന് എന്താണ് കോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അടുത്ത് വരാൻ പോകുന്നത്? ഓപ്ഷൻ ബി ആണ് വന്നിരിക്കുന്നത്, സ്ലോ മെൽറ്റിംഗ് ആണ് അതിൻ്റെ ആൻസർ. Then next question number 10, curd meltdown in ice cream is due to option A addition of curd, option B high acidity of mix and C or low acidity of mix and D none. Then ഓപ്ഷൻ 10 ഓപ്ഷൻ ബി എന്ന് പറയുന്നത്
ആണ് എൻ്റെ ആൻസർ ഹൈ അസിഡിറ്റി ഓഫ് മിക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 10, കർഡി മെൽറ്റ് ഡൗൺ ഇൻ ഐസ്ക്രീം ഈസ് ഡ്യൂ ടു. ക്വസ്റ്റ്യൻ ഇതാണ്, കർഡി മെൽറ്റ് ഡൗൺ ഇൻ ഐസ്ക്രീം ഈസ് ഡ്യൂ ടു. എന്ത് കാരണമാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത്? ഓപ്ഷൻ എ അഡീഷൻ ഓഫ് കർഡ്, ആൻഡ് ഓപ്ഷൻ ബി ഹൈ അസിഡിറ്റി ഓഫ് മിക്സ്, ഓപ്ഷൻ സി ലോ അസിഡിറ്റി ഓഫ് മിക്സ്, ആൻഡ് ഓപ്ഷൻ ഡി നൺ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹൈ അസിഡിറ്റി ഓഫ് മിക്സ്. അതായത് ആ മിക്സിൽ അസിഡിറ്റി കൂടുന്നതനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു കണ്ടീഷൻ ഐസ്ക്രീമിൽ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഗീ അഡൾട്ടറൻറ്റ്? ഗീ അഡൾട്ടറൻറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വനസ്പതി, ഓപ്ഷൻ ബി റിഫൈൻഡ് വെജിറ്റബിൾ ഓയിൽ, ആൻഡ് ഓപ്ഷൻ സി ആനിമൽ ബോഡി ഫാറ്റ്, ആൻഡ് ഓപ്ഷൻ ഡി ഓൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓൾ ആണ്. ഗീയിൽ അഡൾട്ടറൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ഓയിൽസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മെയിനായിട്ട് ഓപ്ഷൻ എ വനസ്പതി, ഓപ്ഷൻ ബി റിഫൈൻഡ് വെജിറ്റബിൾ ഓയിൽ, ഓപ്ഷൻ സി ആനിമൽ ബോഡി ഫാറ്റ്, ഓപ്ഷൻ ഡി ഓൾ. അപ്പോൾ ഇതിൽ ഇത്രയും 3 വരുന്നുണ്ട്. വനസ്പതി യൂസ് ചെയ്യാറുണ്ട്, റിഫൈൻഡ് വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാറുണ്ട്, ആനിമൽ ബോഡി ഫാറ്റ് ഒക്കെ തന്നെ ഗീയിൽ അഡൾട്ടറൻ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. Question number 12, presence of vanaspati in ghee can be identified by option A starch, option B iodine, and option C baudoin, and D none. അപ്പോൾ ഏത് ടെസ്റ്റിലൂടെയാണ് നമുക്ക് ഗീയിൽ വനസ്പതി ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ മെയിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ബൗഡോയിൻ ടെസ്റ്റാണ് അതിൻ്റെ ആൻസർ വരുന്നത്. Question number 13, and the AG mark represent AG, അതായത് AG മാർക്കിൽ AG എന്താണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അഗ്രോണോമി, ഓപ്ഷൻ ബി അസിഡിക് ഗീ, ഓപ്ഷൻ സി അഗ്രികൾച്ചറൽ, ആൻഡ് ഓപ്ഷൻ ഡി നൺ. അപ്പോൾ AG എന്ന് പറയുന്നത് അഗ്രികൾച്ചറലാണ്. ആ AG മാർക്ക്, ആ ഒരു AG എന്ന് പറയുന്നത് അത് അഗ്രികൾച്ചറൽ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 40, AG മാർക്ക് ആക്ട് വാസ് പാസ്ഡ് ഇൻ ഇയർ. ഇപ്പോഴാണ് AG മാർക്ക് ആക്ട് പാസ് ചെയ്ത് ഇയർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1937, ഓപ്ഷൻ ബി 1954, ഓപ്ഷൻ സി 1957, ഓപ്ഷൻ ഡി 1964. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് 1937 AG മാർക്ക് ആക്ട് പാസ്സായത്. Then question number 50, the AG mark grading scheme was initiated in. ഈ AG മാർക്ക് ഗീ ഗ്രേഡിംഗ് സ്കീം എപ്പോഴാണ്, ഏത് വർഷം, ഏത് ഇയറിലാണ് ഇനിഷ്യേറ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1937, ഓപ്ഷൻ ബി 1938, ആൻഡ് ഓപ്ഷൻ സി 1954, ആൻഡ് ഓപ്ഷൻ ഡി 1964, ആൻഡ് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. 1938 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16, ലാക്ടോസ് കണ്ടന്റ് ഇൻ എഡിബിൾ ഗ്രേഡ് ഓഫ് ലാക്ടോസ് ഈസ് ഡാഷ് പെർസെൻറ്റേജ്. അതായത് നമുക്കൊരു എഡിബിൾ ഗ്രേഡ് ഓഫ് ലാക്ടോസ് എടുക്കുകയാണ്. അപ്പോൾ അതിൽ എത്രത്തോളം ലാക്ടോസ് കണ്ടന്റ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 95.4%, ഓപ്ഷൻ ബി 98.4%, ഓപ്ഷൻ സി 99%, ഓപ്ഷൻ ഡി 98.85%. അപ്പോൾ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. 99% ആണ്. അതായത് എത്ര കണ്ടന്റ് ഉണ്ട്, എഡിബിൾ ഗ്രേഡ് ഓഫ് ലാക്ടോസ് എത്രയാണ്, ലാക്ടോസ് ഈ നമ്മൾ ഒരു എഡിബിൾ ഗ്രേഡ് ഓഫ് ലാക്ടോസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ലാക്ടോസ് പെർസെൻറ്റേജ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. 99% ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 17, മോയ്സ്ചർ കണ്ടന്റ് ഇൻ എഡിബിൾ ഗ്രേഡ് ഓഫ് ലാക്ടോസിസ്. എഡിബിൾ ഗ്രേഡ് ഓഫ് ലാക്ടോസിൽ മോയ്സ്ചർ കണ്ടന്റ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. 0.5% ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഓപ്ഷൻ എ 0.1, ഏകദേശം അതിൻ്റെ ഒരു അടുത്ത വാല്യൂസ് ആണ് ഓപ്ഷൻസിലുള്ളത്. ഓപ്ഷൻ ബി 0.3, ഓപ്ഷൻ സി 0.5, ഡി 1.5. അപ്പോൾ ഇതിന് ആൻസർ 0.5% ആണ് ഒരു എഡിബിൾ ഗ്രേഡ് ഓഫ് ലാക്ടോസിലെ മോയ്സ്ചർ കണ്ടന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഗിനസ് ഇൻ ഐസ്ക്രീം മേ ബി ഡ്യൂ ടു. സോഗിനസ് എന്നൊരു കണ്ടീഷൻ ഐസ്ക്രീമിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഹൈ ഓവർ റൺ, ഓപ്ഷൻ ബി ലോ ഷുഗർ കണ്ടന്റ്, ഓപ്ഷൻ സി എക്സസീവ് സ്റ്റെബിലൈസർ, ഓപ്ഷൻ ഡി നൺ. അപ്പോൾ എങ്ങനെയാണ് സോഗിനസ് എന്നൊരു കണ്ടീഷൻ, നമ്മൾ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു, ഇതേ ഒരു വേറൊരു ഐസ്ക്രീമിൽ ബാധിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. പക്ഷേ ഇത് സോഗിനസ് എന്നൊരു കണ്ടീഷനാണ് ഐസ്ക്രീമിൽ ഉണ്ടാകുന്നത്. അത് എന്ത് മൂലമാണ്? ഓക്കെ, എക്സസീവ് സ്റ്റെബിലൈസർ ആഡ് ചെയ്യുന്നത് മൂലമാണ് ഈ ഒരു സോഗിനസ് ഐസ്ക്രീമിൽ ഉണ്ടാകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 19, ഐസി ടെക്സ്ചർ ഓഫ് ഐസ്ക്രീം ഈസ് ഡ്യൂ ടു. എങ്ങനെയാണ് ഒരു ഐസി ടെക്സ്ചർ ഐസ്ക്രീമിൽ ഉണ്ടാകുന്നത്? ഓപ്ഷൻ എ ഫാസ്റ്റ് ഹാർഡനിങ്, ഓപ്ഷൻ ബി ഫാസ്റ്റ് ഫ്രീസിങ്,
ഓപ്ഷൻ സി ഹൈ സ്റ്റെബിലൈസർ ആൻഡ് ഡി ലോ സോളിഡ് കണ്ടന്റ്. IC ടെസ്റ്റർ ഉണ്ടാകുന്നതിന് കാരണം ഓപ്ഷൻ ഡി ആണ്. ലോ സോളിഡ് കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു IC ടെക്സ്ചർ വരുന്നതിന് കാരണം. Then question number 20, the greenish yellow color of whey is due to. വെയിൽ ആ ഒരു ഗ്രീനിഷ് കളർ ഉണ്ടാകാനുള്ള കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റൈബോഫ്ലാവിൻ, ഓപ്ഷൻ ബി കരോട്ടിൻ ആൻഡ് ഓപ്ഷൻ സി സാന്തോഫിൽസ്, ഓപ്ഷൻ ഡി കേസിൻ. ഇപ്പോൾ എൻ്റെ ആൻസർ വരുന്നത് റൈബോഫ്ലാവിൻ ആണ്. ഈ റൈബോഫ്ലാവിൻ ഉള്ളത് കൊണ്ടാണ് ആ ഒരു ഗ്രീനിഷ് യെല്ലോ കളറ് വേയ്ക്ക് ഉണ്ടാകാൻ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21, പാക്കേജിംഗ് ഓഫ് ഐസ്ക്രീം ഈസ് ഡൺ ടു ഫ്രീസിംഗ്. ഓപ്ഷൻ എ ട്രൂ, ഓപ്ഷൻ ബി ഫാൾസ് ആൻഡ് ഓപ്ഷൻ സി കനോട്ട് ബി ഡിറ്റർമൈൻഡ്, ഓപ്ഷൻ ഡി നൺ. ആൻഡ് ഇതിന് ആൻസർ നമുക്ക് പറയാം. ഇതെന്താണ് പാക്കേജിങ്? നമ്മൾ ഐസ്ക്രീം ഇപ്പോൾ പാക്കേജിങ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ചിന്തിക്കുക. അതായത് നമ്മൾ പാക്കേജിങ് ഓഫ് ഐസ്ക്രീം ഈസ് ഡൺ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രീസിങ്ങിന് വേണ്ടിയിട്ടാണോ എന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ട്രൂ ഓപ്ഷൻ എ ട്രൂ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ. ബി ഫാൾസ്, സി കനോട്ട് ബി ഡിറ്റർമൈൻഡ്. അവൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ഫാൾസ് ആണ്. അതിന് വേണ്ടിയിട്ടല്ല ആ ഒരു പാക്കേജിങ് ഐസ്ക്രീമിന് കൊടുക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 22, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മെത്തേഡ് ഓഫ് ഗീ മേക്കിംഗ്? ഓപ്ഷൻ എ ദേസി മെത്തേഡ്, ഓപ്ഷൻ ബി ക്രീമറി ബട്ടർ മെത്തേഡ് ആൻഡ് ഓപ്ഷൻ സി ഡയറക്റ്റ് ക്രീം മെത്തേഡ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ മെത്തേഡ് ഓഫ് ഗീ മേക്കിംഗ്? ഇതിൽ ഗീ മേക്കിംഗ് മെത്തേഡ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ്. ക്രീമറി ബട്ടർ മെത്തേഡിലൂടെയാണ് നമ്മൾ ഗീ മേക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 23, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സ്മാൾ സ്കെയിൽ ഗീ മേക്കിംഗ് മെത്തേഡ്? ഇതിൽ സ്മോൾ സ്കെയിൽ ഗീ മേക്കിംഗ് മെത്തേഡ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കിപ്പോൾ സ്മാൾ സ്കെയിലിൽ ഗീ ഉണ്ടാക്കിയെടുക്കണം. അത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ ആൾക്കാരുണ്ട്. അത് ഓപ്ഷൻ എ തന്നിട്ടുണ്ട് ദേസി മെത്തേഡ്, ഓപ്ഷൻ ബി ക്രീമറി ബട്ടർ മെത്തേഡ്, ഓപ്ഷൻ സി ഡയറക്റ്റ് ക്രീം മെത്തേഡ്, ഓപ്ഷൻ ഡി ആൾ. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഡേസി മെത്തേഡാണ്. നമുക്ക് ഡേസി മെത്തേഡ് നമ്മൾ ചെറിയ ഹോം മെയ്ഡായിട്ട് നമ്മൾ ഗീ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. സോ അതിന് നമ്മൾ എയിൽ പറയാം ഡേസി മെത്തേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24, നാച്ചുറൽ മിൽക്ക് ഈസ് ഇൻ നേച്ചർ. നാച്ചുറൽ മിൽക്ക് എന്ത് നേച്ചറാണ് കാണിക്കുന്നത്? ഓപ്ഷൻ എ അസിഡിക് നേച്ചർ, ഓപ്ഷൻ ബി ബേസിക് ആൻഡ് സി ഹൈലി അസിഡിക്, ഡി ന്യൂട്രൽ. നമുക്ക് നാച്ചുറലി കിട്ടുന്ന മിൽക്കിൻ്റെ pH റേഞ്ച് നമുക്ക് പറയാൻ പറ്റുന്നത് അസിഡിക് ആണ്. മെയിനായിട്ട് അതിനൊരു അസിഡിക് നേച്ചർ ആയിരിക്കും അത് കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കണ്ടിന്യൂസ് ഗീ മേക്കിംഗ് മെത്തേഡ്? നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ഗീ മേക്കിംഗ് മെത്തേഡ് ചെയ്യാറുണ്ട്. സോ അതിന് നമ്മൾ എന്താണ് പറയുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കണ്ടിന്യൂസ് ഗീ മേക്കിംഗ് മെത്തേഡ്? ഓപ്ഷൻ എ ലാർജ് സ്കെയിൽ, ഓപ്ഷൻ ബി ഹൈ ഫാറ്റ് റിക്കവറി, ഓപ്ഷൻ സി ഇൻ പ്ലേസ് ക്ലീനിങ്, ഓപ്ഷൻ ഡി ഓൾ. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ പറയാം. നമുക്ക് ലാർജ് സ്കെയിൽ ഉണ്ടാക്കാറുണ്ട്, അതുപോലെ ഹൈ ഫാറ്റ് റിക്കവറിയിൽ ഉണ്ടാക്കാറുണ്ട്, ഇൻ പ്ലേസ് ക്ലീനിങ്ങിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 ഓപ്ഷൻസും ഇതിൽ വരുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ബൈ പ്രൊഡക്റ്റ് ഓഫ് ഡേസി മെത്തേഡ് ഓഫ് ഗീ മേക്കിംഗ്? നമുക്ക് ഡേസി മെത്തേഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ബൈ പ്രൊഡക്ട്സ് ആണ് കിട്ടുന്നത്? ഓപ്ഷൻ എ ബട്ടർ മിൽക്ക്, ഓപ്ഷൻ ബി ഗീ റെസ്യൂഡ്, ഓപ്ഷൻ സി ബോത്ത് ആൻഡ് ഡി നൺ. അപ്പോൾ ഇത് 2 ഓപ്ഷൻസ് നമുക്ക് പറയാം. നമുക്ക് ബട്ടർ മിൽക്കും കിട്ടാറുണ്ട്, ഗീ റെസ്യൂഡും കിട്ടാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് ക്രീമറി ബട്ടർ മെത്തേഡ് ഓഫ് ഗീ മേക്കിംഗ്? നമ്മൾ ഇപ്പോൾ ക്രീമറി ബട്ടർ മെത്തേഡ് ഓഫ് ഗീ മേക്കിങ്ങിൽ ബൈ പ്രൊഡക്റ്റ് എന്താണ് ഫോം ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ ബട്ടർ മിൽക്ക്, ഓപ്ഷൻ ബി ഗീ റെസ്യൂഡ്, ഓപ്ഷൻ സി സ്കിം മിൽക്ക് ആൻഡ് ഡി ഓൾ. അപ്പോൾ ഇതിൽ ഓൾ പ്രൊഡക്ട്സ് നമുക്ക് കിട്ടാറുണ്ട്. ബട്ടർ മിൽക്ക് കിട്ടാറുണ്ട്, ഗീ റെസ്യൂഡ് കിട്ടാറുണ്ട്, സ്കിം മിൽക്കും കിട്ടാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 28, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് ഡയറക്റ്റ് ക്രീം മെത്തേഡ് ഓഫ് ഗീ മേക്കിംഗ്? നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അതായത് എന്താ ഡയറക്റ്റ് ക്രീം മെത്തേഡ്, ഗീ മേക്കിങ്ങിൽ ഡയറക്റ്റ് ക്രീം മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ കിട്ടുന്ന ബൈ പ്രൊഡക്ട്സ് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഓൾ മിൽക്ക്, ഓപ്ഷൻ ബി ഗീ റെസ്യൂഡ് ആൻഡ് ഓപ്ഷൻ സി ബോത്ത്, ഡി നൺ. ഇത് കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ക്രീം മെത്തേഡ് ഓഫ് ഗീ മേക്കിങ്ങിൽ മെയിൻ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഗീ റെസ്യൂഡ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ബൈ പ്രൊഡക്റ്റ് ഓഫ് കണ്ടിന്യൂസ് മെത്തേഡ് ഓഫ് ഗീ മേക്കിംഗ്? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഗീ മേക്കിംഗ് മെത്തേഡിൽ എന്തൊക്കെ ബൈ പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത് എന്നാണ് വീണ്ടും ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബട്ടർ മിൽക്ക്, ഓപ്ഷൻ ബി സ്കിം മിൽക്ക് ആൻഡ് സി ബോത്ത് ആൻഡ് ഡി നൺ. അപ്പോൾ ഇതിൽ 2 ഓപ്ഷൻസും കറക്റ്റ് ആണ്. ബട്ടർ മിൽക്കും കിട്ടാറുണ്ട്, സ്കിം മിൽക്കും കിട്ടാറുണ്ട്.
അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് കണ്ടിന്യൂസ് മെത്തേഡ് ഓഫ് ഗീ മേക്കിംഗ് എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 2 ബൈ പ്രൊഡക്ട്സ് നമുക്ക് കിട്ടാറുണ്ട്. ബട്ടർ മിൽക്കും കിട്ടാറുണ്ട്, സ്കിം മിൽക്കും കിട്ടാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഗീവ്സ് സ്ട്രോങ് അരോമ ഓഫ് ഗീ? ഏത് മെത്തേഡ് ചെയ്യുമ്പോഴേക്കും നല്ലൊരു അരോമ അതിനുണ്ടാകുന്നത്, ഗീലുണ്ടാകുന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഫ്രീ സ്ട്രാറ്റിഫിക്കേഷൻ മെത്തേഡ്, ഓപ്ഷൻ ബി ഡയറക്റ്റ് ക്രീം മെത്തേഡ്, ഓപ്ഷൻ സി കണ്ടിന്യൂസ് മെത്തേഡ്, ഓപ്ഷൻ ഡി ഡേസി മെത്തേഡ്. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് ഡേസി മെത്തേഡാണ്. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്നതായാലും അത്രയും അരോമയും ഫ്ലേവറും കൂടുതലുള്ളത് ഡേസി മെത്തേഡിലൂടെ ചെയ്തെടുക്കുന്ന ഗീലാണ്. Question number 31. Which of the following is the byproduct of free stratification method of ghee making? അപ്പോൾ ഗീ മേക്കിംഗ് ഫ്രീ സ്ട്രാറ്റിഫിക്കേഷൻ മെത്തേഡിലൂടെ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്ട്സ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ബട്ടർ മിൽക്ക് ഓപ്ഷൻ എ വരുന്നുണ്ട്, ഓപ്ഷൻ ബി ഗീ റെസ്യൂഡ്, ഓപ്ഷൻ സി സ്കിം മിൽക്ക്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് ഓൾ വരുന്നുണ്ട്. അതായത് ഈ ഒരു മെത്തേഡിൽ ഗീ മേക്കിംഗ് ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോഴത്തേക്കും ബട്ടർ മിൽക്ക് അതിൻ്റെ ബൈ പ്രൊഡക്ട്സ് വരാറുണ്ട്, ഗീ റെസ്യൂഡ് അതിൻ്റെ ബൈ പ്രൊഡക്ട്സ് വരാറുണ്ട്, സ്കിം മിൽക്കും ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്. സോ അതിൻ്റെ ആൻസർ ഓൾ ആണ്. ഹാർഡനിങ് ഓഫ് ഐസ്ക്രീം ഈസ് ഡൺ ആഫ്റ്റർ പാക്കേജിങ്. ഓപ്ഷൻ എ ട്രൂ, ഓപ്ഷൻ ബി ഫാൾസ്, ഓപ്ഷൻ സി കനോട്ട് ഡിറ്റർമൈൻഡ് ആൻഡ് ഓപ്ഷൻ ഡി നൺ. ഹാർഡനിങ് ഐസ്ക്രീമിൽ ഹാർഡനിങ് ചെയ്യുന്നത് എന്താണ്? ആഫ്റ്റർ പാക്കേജിങ്ങിൽ ചെയ്യുമോ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ട്രൂ ആണത്. ഹാർഡനിങ് ഓഫ് ഐസ്ക്രീം എന്താ ചെയ്യുക? ആഫ്റ്റർ പാക്കേജിങ്ങിന് ശേഷം ചെയ്യാറുണ്ട്. സോ ഓപ്ഷൻ എ ട്രൂ. Then question number 33. Overrun is achieved during option A homogenization, option B hardening, option C freezing and option D packaging. Overrun achieve ചെയ്യുന്നത് ഏത് മെത്തേഡിലാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ സി ആണ്, ഫ്രീസിങ്ങിലാണ്. Overrun is achieved during freezing. Question number 34. Stabilizer gelatin is of dash origin. ഈ നമ്മളിപ്പോൾ ജെലാറ്റിൻ സ്റ്റെബിലൈസറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്ത് ഒറിജിൻ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അത് അനിമൽ ഒറിജിനാണ്. സ്റ്റെബിലൈസർ ജെലാറ്റിൻ ഈസ് ഓഫ് ഡാഷ് ഒറിജിൻ എന്നാണ് ക്വസ്റ്റ്യൻ. പക്ഷേ ഓപ്ഷൻ ബി അനിമൽ ആണ് അതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 35. മോണോ ആൻഡ് ഡൈഗ്ലിസറൈഡ്സ് ആർ എക്സാമ്പിൾസ് ഓഫ്. മോണോ ആൻഡ് ഡൈഗ്ലിസറൈഡ്സ് എന്തിന് എക്സാമ്പിൾ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എമൽസിഫയർ, ഓപ്ഷൻ ബി സ്റ്റെബിലൈസർ, ഓപ്ഷൻ സി സ്വീറ്റ്നർ, ഓപ്ഷൻ ഡി നൺ. ഈ മോണോ ഡൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് എമൽസിഫയറിന് എക്സാമ്പിളാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 36. ഫ്രഷ് ഫ്രൂട്ട്സ് ക്യാൻ ബി ആഡഡ് ടു ഐസ്ക്രീം അറ്റ് ഡാഷ് പെർസെൻറ്റേജ്. ഈ ഫ്രഷ് ഫ്രൂട്ട്സ് നമ്മൾ ഐസ്ക്രീമിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിന് യൂസ് ചെയ്യുന്ന പെർസെൻറ്റേജ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 10 to 12, ഓപ്ഷൻ ബി 7 to 8, ഓപ്ഷൻ സി 2 to 3 ആൻഡ് ഓപ്ഷൻ ഡി 4 to 5. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ. 7 to 8 ആണ് നമ്മൾ ഫ്രഷ് ഫ്രൂട്ട്സ് ഐസ്ക്രീമിൽ ആഡ് ചെയ്യുന്ന പെർസെൻറ്റേജ്. അപ്പോൾ ഇത് ഓപ്ഷൻ ഇങ്ങനെ മാറിയൊക്കെ വരാം. ഇപ്പോൾ നമുക്കൊരു ഈ ഒരു അതിൻ്റെ അപ്രോക്സിമേറ്റ്ലി ഈ വാല്യൂസിന് അടുത്തായിട്ടും ഓപ്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഒരു 7 to 8% ആയിരിക്കും നമ്മളിത് മെയിനായിട്ട് ഫ്രഷ് ഫ്രൂട്ട്സ് ഐസ്ക്രീമിൽ ആഡ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 37. ഫ്ലേവേഴ്സ് ആർ ആഡഡ് ആഫ്റ്റർ ഡാഷ് ഇൻ ഐസ്ക്രീം മാനുഫാക്ചർ. അപ്പോൾ നമ്മൾ ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുന്നത് എപ്പോഴെന്നാണ് ക്വസ്റ്റ്യൻ. ആഫ്റ്റർ ഇൻ ഐസ്ക്രീം മാനുഫാക്ചർ. ഓപ്ഷൻ എ മിക്സിംഗ്, ഓപ്ഷൻ ബി ഹോമോജനൈസേഷൻ, ഓപ്ഷൻ സി പാസ്ചറൈസേഷൻ, ഓപ്ഷൻ ഡി നൺ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് പാസ്ചറൈസേഷൻ ആണ്. അതായത് പാസ്ചറൈസേഷൻ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എന്താ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു മെത്തേഡ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഐസ്ക്രീമിൽ എന്താ ആഡ് ചെയ്യാൻ പാടുള്ളൂ? ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ദ പെർസെൻറ്റേജ് TA ഓഫ് ബഫലോ മിൽക്ക് ഈസ് റേഞ്ച് ഫ്രം. ബഫലോ മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന TA പെർസെൻറ്റേജ് ആണ്. നമ്മൾ കൗ മിൽക്കിൽ പഠിച്ചു. സോ ഇത് TA ഓഫ് ബഫലോ മിൽക്കിൽ എത്രയാണ്, അതിൻ്റെ TA പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 0.12 to 0.14, ഓപ്ഷൻ ബി 0.18 to 0.20 and option C 0.14 to 0.15, option D 0.10 to 0.11 and option C ആണ് ഇതിന് ആൻസർ വരുന്നത് 0.14 to 0.15. ബഫലോ മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന TA പെർസെൻറ്റേജ് 0.14 to 0.15. Okay, the next question number 39. The developed acidity of milk is due to the formation of. ഈ മിൽക്കിൽ അസിഡിറ്റി ഫോം ചെയ്യാറുണ്ട്.
ഈ അസിഡിറ്റിക്ക് കാരണമാകുന്ന ആസിഡ്സ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സിട്രിക് ആസിഡ്, ഓപ്ഷൻ ബി ലാക്റ്റിക് ആസിഡ്, ഓപ്ഷൻ സി ഫോമിക് ആസിഡ്, ഓപ്ഷൻ ഡി ഗ്ലൂട്ടാമിക് ആസിഡ്. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ലാക്റ്റിക് ആസിഡ് ആണ് ആൻസർ വരുന്നത്. എന്താണ് മിൽക്കിൻ്റെ അസിഡിറ്റിക്ക് കാരണമാകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ലാക്റ്റിക് ആസിഡ് ആണ്. Next question, the titratable acidity of milk is referred as. നമ്മളിപ്പോൾ titratable acidity മിൽക്ക് എന്താണ് ആ ഒരു അസിഡിറ്റിയെ പറയുന്നത്? ഏറ്റവും നമുക്ക് ഒബിയസ്ലി അറിയാം, അതായത് മിൽക്കിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ലാക്റ്റിക് ആസിഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുള്ളത് ഓപ്ഷൻ എ പെർസെൻറ്റേജ് ഓഫ് സിട്രിക് ആസിഡ്, ഓപ്ഷൻ ബി പെർസെൻറ്റേജ് ഓഫ് ഫോമിക് ആസിഡ്, ഓപ്ഷൻ സി പെർസെൻറ്റേജ് ഓഫ് ലാക്റ്റിക് ആസിഡ്, ഓപ്ഷൻ ഡി പെർസെൻറ്റേജ് ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ്. അപ്പോൾ ലാക്റ്റിക് ആസിഡ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഈസ് ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ്. The pH of freshly drawn cow milk is. നമ്മൾ ഫ്രഷ്ലി കൗ മിൽക്ക് കറന്നെടുക്കുകയാണ്. അപ്പോൾ അതിൽ എത്രത്തോളം pH എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ന്യൂട്രൽ pH ആണ് വരുന്നത്. അത് നമുക്ക് ഓൾറെഡി ഇതെല്ലാം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. പ്രീവിയസ് ഒക്കെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് റേഞ്ച് മാറി മാറി വരാൻ ചാൻസ് ഉണ്ട്. ഓപ്ഷൻ എ 6.8 to 7 ആൻഡ് ഓപ്ഷൻ ബി 6.2 to 6.4, ഓപ്ഷൻ സി 6.4 to 6.6 and option D 6.0 to 6.2. Option C ആണ് ആൻസർ, 6.4 to 6.6. Then freshly drawn buffalo milk is. ഫ്രഷ്ലി ഡൗൺ ചെയ്യുന്ന ബഫലോ മിൽക്കിൻ്റെ pH എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. കൗ മിൽക്ക് 6.4 to 6.6, പക്ഷേ ഇതേ അടുപ്പിച്ച് ചെറിയ ഒരു വ്യത്യാസം മാത്രമായിരിക്കും വരുന്നത്. കുറച്ചുകൂടെ ആൽക്കലൈൻ pH കുറച്ചുകൂടെ കൂടുതലാണ് ബഫലോ മിൽക്കിന്. ഓപ്ഷൻ എ 6.7 to 6.8, ഓപ്ഷൻ ബി 6.5 to 6.6, ഓപ്ഷൻ സി 6.9 to 7.0, ഓപ്ഷൻ ഡി 7.1 to 7.2. ആൻസർ ഓപ്ഷൻ എ 6.7 to 6.8 ആണ്. ദെൻ ക്വസ്റ്റ്യൻ 43, ഹയർ pH വാല്യൂ മിൽക്ക് ഈസ് ഡ്യൂ ടു. നമുക്ക് pH വാല്യൂ ഭയങ്കര ഹൈ ആയിട്ട് കൂടി മിൽക്കിൽ, അപ്പോഴേക്കും ഒരു കണ്ടീഷൻ ആയിരിക്കും, എന്തെങ്കിലും ഒരു കണ്ടീഷൻ കാരണമായിരിക്കും ഇത്രയും ഹൈ ഒരു പീക്ക് ലെവലിൽ pH കൂടി പോകുന്നത്. അപ്പോൾ അത് എന്ത് കണ്ടീഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കേസിൻ, ഓപ്ഷൻ ബി മാസ്റ്റിസിസ്, ഓപ്ഷൻ സി ബാക്ടീരിയൽ ആക്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി ലൈറ്റ് എക്സ്പോഷർ. മാസ്റ്റിസിസ് അതായത് അകിട് വീക്കം വരുന്ന പശുക്കളിൽ നിന്ന് കറങ്ങുന്നെടുക്കുന്ന പാലിൽ എന്തായിരിക്കും pH വാല്യൂ ഹയർ ആയിരിക്കും, ഭയങ്കര ആൽക്കലൈൻ നേച്ചർ ആയിരിക്കും അതിൽ കാണിക്കുന്നത്. സോ അതിൻ്റെ ഓപ്ഷൻ ബി ആണ് ആൻസർ, മാസ്റ്റിസിസ്. ദെൻ 44, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ സ്പോയിലേജ് ഓഫ് കാനഡ് ഫുഡ്സ്. കാനഡ് ഫുഡ്സിൽ എന്ത് സ്പോയിലേജ് ആണ് ഇവിടെ കോസ് ചെയ്യുന്നത്, എന്ത് ഗ്യാസസ് ആണ് അവിടെ സ്പോയിലേജ് കോസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് നമ്മളിപ്പോൾ ഫുഡിൽ സ്പോയിലേജ് ഉണ്ടാകുന്നു, അവിടെ ഫോം ചെയ്യുന്ന ഗ്യാസസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ ഹൈഡ്രജൻ, ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ സി ബോത്ത് ആൻഡ് ഓപ്ഷൻ ഡി നൺ. അപ്പോൾ ഇതിന് ബോത്തും വരുന്നുണ്ട്, ഹൈഡ്രജൻ ഫോം ചെയ്യുന്നുണ്ട്, അതുപോലെ കാർബൺ ഡയോക്സൈഡും ഫോം ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 45, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാക്ടീരിയ ഈസ് മോസ്റ്റ് ആക്റ്റീവ് ഇൻ സ്പോയിലേജ് ഓഫ് കാനഡ് ഫുഡ്. കാനഡ് ഫുഡിൽ മേജറായിട്ട് ഏത് ബാക്ടീരിയയാണ് ഭയങ്കര ആക്റ്റീവായിട്ട് സ്പോയിലേജിന് കാരണമാകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ തെർമോഫിലിക്, ഓപ്ഷൻ ബി മീസോഫിലിക്, ഓപ്ഷൻ സി സൈക്രോഫിലിക്, ഓപ്ഷൻ ഡി നൺ. ദെൻ അതിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ സ്പോയിലേജ് കാനഡ് ഫുഡിൽ നമുക്ക് അറിയാം, കാനഡ് ഫുഡിൽ അത്രയും സർവൈവ് ചെയ്ത് പോകുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാനിങ് ടൈമിൽ നശിച്ചു പോകാതിരിക്കുന്നത് നമുക്കറിയാം. ഈ ഒരു കാനിങ് ചെയ്യുന്ന സമയത്ത് ഹൈ ടെമ്പറേച്ചറിലായിരിക്കും ഇത് ചെയ്യുന്നത്. ഓരോ ഫുഡ് പ്രോഡക്ട്സിന് ഇന്ന ടെമ്പറേച്ചർ നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഈ ഒരു തെർമോഫിലിക് ബാക്ടീരിയസ് ആയിരിക്കും ഇത് സർവൈവ് ചെയ്തിരുന്നിട്ട് സ്പോയിലേജിന് കാരണമാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഇത്രയും ഉണ്ട്, പക്ഷെ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് തെർമോഫിലിക് ആണ്. ഓപ്ഷൻ എ തെർമോഫിലിക് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ്റ്റേഴ്സ് ക്യാസ് സ്പോയിലേജ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ്. ഇതിൽ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ സ്പോയിലേജ് വരുത്തുന്ന ഈസ്റ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ കാൻഡിഡ, ഓപ്ഷൻ ബി ട്രോലോപ്സിസ്, ഓപ്ഷൻ സി ബോത്ത് ആൻഡ് ഡി നൺ. അപ്പോൾ ഇതിൽ ആൻസർ പറയേണ്ടത് ബോത്ത് ആണ്. കാൻഡിഡയും ഇത് സ്പോയിലേജിന് കാരണമാകുന്നുണ്ട്, അതുപോലെ ട്രോലോപ്സിസും കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷൻസ് സി ആണ്, ബോത്ത് ഈസ്റ്റേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ സ്പോയിലേജ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ്. Then question number 47, which of the following bacteria occasionally cause spoilage in soft drinks. സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഈ ഒരു സ്പോയിലേജ് വരുത്താൻ സാധ്യതയുള്ള ബാക്ടീരിയാസ് ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ഗ്ലൂക്കണോബാക്ടർ, ഓപ്ഷൻ ബി ലാക്ടോബാസിലസ്, ഓപ്ഷൻ സി ലൂക്കണോസ്റ്റോക്ക് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ.
അപ്പോൾ ഇതിൽ ഈ 3 ബാക്ടീരിയാസ് എന്ത് സോഫ്റ്റ് ഡ്രിങ്കിൽ സ്പോയിലേജിന് കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 48. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാക്ടീരിയ ഈസ് യൂസ്ഡ് ഇൻ റൈ ബ്രെഡ് മേക്കിംഗ്? റൈ ബ്രെഡ് മേക്കിങ്ങിന് മേജറായിട്ട് യൂസ് ചെയ്യുന്ന ബാക്ടീരിയസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ലാക്ടോബാസിലസ്, ഓപ്ഷൻ ബി ലൂക്കണോസ്റ്റോക്ക് ആൻഡ് ഓപ്ഷൻ സി സ്ട്രെപ്റ്റോകോക്കസ്, ഓപ്ഷൻ ഡി ഓൾ. അപ്പോൾ റൈ ബ്രെഡ് മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസ് ഇത് 3ഉം യൂസ് ചെയ്യുന്നുണ്ട്. ലാക്ടോബാസിലസ് യൂസ് ചെയ്യുന്നുണ്ട്, ലൂക്കണോസ്റ്റോക്ക് യൂസ് ചെയ്യുന്നുണ്ട്, സ്ട്രെപ്റ്റോകോക്കസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് ഇത് ഓൾ ആണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 49. സി എനാമൽ ക്യാൻസ് ആർ യൂസ്ഡ് ഫോർ? സി എനാമൽ ഉള്ള ക്യാൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ലോ ആസിഡ് ഫുഡ്, ഓപ്ഷൻ ബി മീഡിയം ആസിഡിക് ഫുഡ് ആൻഡ് ഓപ്ഷൻ സി ഹൈ ആസിഡിക് ഫുഡ്സ്, ഓപ്ഷൻ ഡി നോൺ ആസിഡിക് ഫുഡ്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് നോൺ ആസിഡിക് ഫുഡ്. നോൺ ആസിഡിക് ഫുഡ് കെപ്റ്റ് ചെയ്യാനാണ് സി എനാമൽ ഉള്ള ക്യാൻ യൂസ് ചെയ്യുന്നത്. Then question number 15. This lacquering of cans help in? Option A preventing can from discolorization, providing cheaper way of coloring the can, providing mechanical strength and preventing can from shock during transportation. ഈ ക്യാനിൽ ലാക്യൂറിങ് എന്നൊരു പ്രോസസ്സ് ചെയ്യുന്ന എന്തിനാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഇ ആണ്, പ്രിവെൻറ്റിംഗ് ക്യാൻ ഫ്രം ഡിസ്കളറൈസേഷൻ. ഡിസ്കളറൈസേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ഇന്ന് 50 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, വീണ്ടും ഒരു അടിപൊളി ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.